ഇത്താത്തയെ, ജ്യേഷ്ഠത്തിയെ ഉമ്മനെ കാണുന്ന പോലെ ബഹുമാനിക്കണം. ആ ഇത്താത്തയെ കല്യാണം കഴിപ്പിച്ചു, താത്തയെ കല്യാണം കഴിപ്പിച്ചു എന്നതുകൊണ്ട് നമ്മൾ സ്നേഹബന്ധം കുറക്കരുത്. 3 പെങ്ങന്മാരൊരാൾക്കുണ്ടായി, അവരെ മര്യാദയ്ക്ക് വളർത്തിയാൽ, അവർക്ക് സ്നേഹം കൊടുത്താൽ അയാൾക്ക് സ്വർഗമുണ്ട്, നരകമോചനമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെങ്ങന്മാരെ നന്നായി പരിഗണിക്കണം. രണ്ടാനുമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് നമ്മുടെ ജ്യേഷ്ഠത്തിമാർ. പ്രത്യേകിച്ച് നമ്മുടെ ഇത്താത്തമാരെ നമ്മൾ നന്നായി പരിഗണിക്കണം. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ, അവരുടെ ഒരു സ്വത്ത് സ്വതക്ക ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ തങ്ങൾ എന്താ പറഞ്ഞതറിയോ? നിങ്ങളുടെ സഹോദരിക്ക് അത് കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ കൊടുത്തതിനേക്കാൾ ഖൈറാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെ ചെലവഴിക്കുമ്പോഴും ആദ്യം നമ്മളെ പെങ്ങന്മാരെ പരിഗണിക്കണം. നമ്മളെ പെങ്ങളുടെ 2 കുട്ടികളുടെ ഇംഗ്ലീഷ് മീഡിയത്തിലെ ഫീസ് നമുക്കെടുക്കാൻ മനസ്സ് ഉണ്ടാവണം. വേറെ എവിടെങ്കിലും പള്ളി എടുക്കുകയും വേറെ എവിടെങ്കിലും സാന്ത്വനത്തിന് സഹായിക്കുകയൊക്കെ ചെയ്യൽ നല്ലതു തന്നെ. പാവങ്ങളായ പെങ്ങന്മാരുണ്ടായിരിക്കെ അവിടെ കൊടുക്കുന്ന സ്വതക്കയേക്കാൾ മഹത്വം സ്വന്തം കുടുംബത്തെ പരിഗണിക്കലാണെന്നറിയാത്തവരായി ഈ സദസ്സിൽ ആരും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി ബന്ധത്തിലെ സഹോദരിയാണല്ലോ ഷൈമാ റളിയല്ലാഹു അൻഹ, അല്ലെ? ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ മകൾ, അല്ലെ? ആ ഹലീമത്തു സഅദിയ ബീവിയുടെ മകളായ ഷൈമാ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിഞ്ചു കുഞ്ഞായ കാലത്ത് തൊട്ടിലാട്ടിയിട്ട് താരാട്ട് പാടിക്കൊടുത്ത മോളാണ്. ആ ഷൈമാ ബീവി വളർന്നു വലുതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നപ്പോൾ ആ പഴയ സ്നേഹം ഓർത്ത് റസൂലുള്ള വിതുമ്പിപ്പോയി, കരഞ്ഞുപോയി. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ എല്ലാ സൗകര്യം ചെയ്തേരാ ഇത്താത്ത എന്നാണ് തങ്ങൾ പറയണത്. നിങ്ങൾ നോക്കി, അഥവാ പോകുകയാണെങ്കിൽ വേണ്ട സൗകര്യങ്ങൾ ഞാൻ ചെയ്യാം, എന്ത് വേണമെങ്കിലും ഇത്താത്തക്ക് ചെയ്യാം. ഒട്ടകങ്ങൾ, ആടുകൾ, സമ്മാനങ്ങൾ വാരിക്കോരി കൊടുത്തത് എന്തിനാ? നമ്മളെ പഠിപ്പിക്കാനാ. മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയെ തന്നെ ഇങ്ങനെ പരിഗണിക്കണമെങ്കിൽ സ്വന്തം ഉമ്മാന്റെ മകളായ നമ്മുടെ ഇത്താത്തമാരെ എത്ര പരിഗണിക്കണം? കല്യാണം കഴിക്കലോടുകൂടി ഉമ്മാനോടും ബന്ധം വേണ്ട, ഇത്താത്തനോടും ബന്ധം വേണ്ട എന്ന ലിബറൽ ആലോചന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ നമുക്കുണ്ടാവരുത്. താത്തയെ പൊന്നുപോലെ നോക്കണം. എവിടെ എന്ത് ഗിഫ്റ്റ് സ്വതക്ക കൊടുക്കുമ്പോഴും ആദ്യം പെങ്ങളെ പരിഗണിക്കണം. പ്രത്യേകിച്ച് പെങ്ങളുടെ ഭർത്താവിന് സാമ്പത്തിക ശേഷി കുറവുണ്ടെങ്കിൽ അവരെ ചേർത്തു പിടിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. സ്വാലിഹായി ജീവിച്ച ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അയാളെ പിന്നീട് സ്വപ്നത്തിൽ കണ്ട ഒരാൾ എന്താ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ബേജാറാ പറയണത്, വിഷമം. എന്തേ കാരണം? എൻ്റെ പെങ്ങൾ എൻ്റെ അടുത്തുനിന്ന് പല രീതിയിലുള്ള സ്നേഹം പ്രതീക്ഷിച്ചിരുന്നു, അതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അള്ളാന്റെ അടുത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ച സ്നേഹം കിട്ടുന്നില്ല. മൻ ഖതഅ റജാഅ മൻ ഇർതജാഉ ഖതഅ അല്ലാഹു റജാഅ യൗമൽ ഖിയാമ. നമ്മളെ സ്നേഹം പ്രതീക്ഷിച്ചവരായിരിക്കും നമ്മുടെ പെങ്ങന്മാർ. അവരെ പരിഗണിക്കണം. അനുജനെയും അനുജത്തിനെയും ഒക്കെ മക്കളെ നോക്കണ പോലെ നോക്കണം എന്നാ. ഓൻ്റെ കാര്യം ഞാൻ എന്തിനാ നോക്കുന്നത്? ഓനോട് പലതവണ ഞാൻ ആ ഷോപ്പ് തുടങ്ങണ്ട എന്ന് പറഞ്ഞല്ലേ, പൊട്ടിയില്ലേ, എൻ്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്കറിയാം, ഞാൻ നോക്കൂല. അങ്ങനെ ഏതെങ്കിലും ഒരു ഉപ്പ പറയോ? ഇല്ല. അപ്പോൾ ജ്യേഷ്ഠനും പറയരുത്. ജ്യേഷ്ഠൻ എപ്പോഴും അനുജനെ അനുജത്തിയെ ഉപ്പ കാണുന്ന പോലെ അങ്ങനെയാ കാണേണ്ടത്. ഉപ്പ മക്കളെ കാണുന്ന പോലെ കാണണം, അങ്ങനെയാ കാണേണ്ടത്. ഇനി ജ്യേഷ്ഠത്തിയെ ജ്യേഷ്ഠൻ എങ്ങനെ കാണണം? ഉമ്മാനി ഉപ്പാനിയും കാണുന്ന പോലെ കാണണം. ഇബ്നു ഹജർ റഹിമഹുല്ല അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അർഹാമി വൽ അഖാരിബ് എന്ന കിതാബിൽ എഴുതി വെക്കുന്നു. നിങ്ങൾ താജുൽ ഉലമയെ പഠിച്ചു നോക്കൂ, നൂറുൽ ഉലമ ഉസ്താദിനെ പഠിച്ചു നോക്കൂ, കൻസുൽ ഉലമ ശൈഖുന ഉസ്താദിനെ നോക്കൂ, സുൽത്താനുൽ ഉസ്താദിനെ പഠിച്ചു നോക്കൂ. എല്ലാവരും പെങ്ങന്മാര്, കുടുംബക്കാര് എന്ന് പറഞ്ഞാൽ ജീവനായിരിക്കും. ഈ തിരക്കുകളുടെ ഇടയിലും അവർ കുടുംബത്തെ മറക്കില്ല. വിശേഷ ദിവസങ്ങളിൽ അവരെ കാണാൻ പോകാൻ നമ്മൾ സമയം കണ്ടെത്തണം. അന്താരാഷ്ട്ര ദായിയാവുമ്പോഴും കുടുംബത്തിന് നമ്മളെ കിട്ടുന്നില്ലെങ്കിൽ അതൊരു പരാജയം മണക്കല. ഉപ്പ ഉമ്മ
നമുക്ക് നിർബന്ധമായി അവരോടുള്ള ബന്ധം ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു സ്വഹാബി വന്നല്ലോ, നബിയെ എല്ലാത്തിനും ഞാൻ റെഡിയാണ്, ഹിജറക്കാണെങ്കിൽ ഹിജറക്ക്, സമരത്തിനാണെങ്കിൽ സമരത്തിന്. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതുകൊണ്ട് എൻ്റെ വേർപാട് ഓർത്തിട്ട് എൻ്റെ ഉപ്പിയും ഈ കരയാണ്, അത്രയും ത്യാഗം സഹിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിനോട് എന്താ പറഞ്ഞത്? അൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ. കരീപ്പിച്ചിട്ടാ വരുന്നത്, ചിരിപ്പിച്ചിട്ട് വരി, ചിരിപ്പിച്ചിട്ട് വരി. എന്നിട്ട് മോനെ അത് മതി, അത് മതി, എന്നിട്ട് മതി ഈ ദഅവത്തൊക്കെ. ഉമ്മാക്ക് മരുന്ന് വാങ്ങാൻ സമയമില്ലാതെ മീറ്റിങ്ങിനൊന്നും വരേണ്ട ആവശ്യമൊന്നും സംഘടന നമ്മളോട് പറയുന്നില്ല. ഉമ്മ ഉപ്പ പരിഗണിക്കണം. ഏത് ലൈലത്തുൽ ഖദർ ആയാലും ബറാഅത്ത് രാവായാലും ദുആഇന് ഉത്തരം കിട്ടാത്ത ഒരു മനുഷ്യനാരാ? ആരാ? കുടുംബബന്ധം മുറിക്കുന്ന ആളാ. ഹദീസിൽ 100 കൊല്ലം ഇപ്പുറത്തുനിന്ന്, 500 കൊല്ലം ഇപ്പുറത്തുനിന്ന്, 1000 കൊല്ലം ഇപ്പുറത്തുനിന്ന് വാസന കിട്ടുന്ന വീടാണ് സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് 3 ഹദീസിൽ വന്നിട്ടുണ്ട്. ദുനിയാവിൽ നിന്ന് തന്നെ മുഅ്മിനായ അൽ മുഅ്മിനുൽ കാമിലായ അൽ കുമ്മലായ മുഅ്മിനീങ്ങൾ സ്വർഗം ഇവിടെ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഉഹദിന്റെ ചരിത്ര ആമുഖത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ സ്വർഗത്തിൽ എത്തൽ പോയിട്ട് വാസന പോലും കിട്ടാത്തവർ ഖാത്തിഉ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവർ. കുടുംബബന്ധം മുറിച്ച ഒരാൾ സദസ്സിലുണ്ടെങ്കിൽ അയാളുടെ ദുആ അല്ല, അയാൾ ഉള്ള സദസ്സിന് തന്നെ ഇജാബത്തില്ല. ഇന്നല്ലാഹ ലാ യർഹമു ഖൗമൻ ഫീഹിം ഖാത്തിഉ റഹിം. കുടുംബബന്ധം മുറിച്ച ഒരാൾ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ ദുആ സ്വീകരിക്കൂല. ഉമ്മമാരെ തഹജ്ജുദുണ്ട്, ളുഹയുണ്ട്, ഗ്രൂപ്പിൽ 1000 സ്വലാത്ത് അറിയിക്കുന്നുണ്ട്, മറ്റ് ഖിദ്മത്തുകളുണ്ട്, ഭക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ കുടുംബത്തോട് പിണങ്ങിറ്റാ ഉള്ളതെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ട ഇബാദത്ത് കുടുംബബന്ധം മുറിച്ചവന്റെ ഒരു ഇബാദത്തും അല്ലാഹ് സ്വീകരിക്കൂല. അതേത് ലൈലത്തുൽ ഖദർ ആയാലും, അറഫന്റെ പകലാണെങ്കിലും, ബറാത്തിന്റെ രാത്രിയാണെങ്കിലും, ഏത് മക്കത്തുനിന്നാണെങ്കിലും അയാളുടെ ദുആ അല്ലാഹ് സ്വീകരിക്കൂല. ഇൽമിന്റെ മജ്ലിസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദുആ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയും, ഈ സദസ്സിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എണീറ്റു പോകണം, നമ്മുടെ ദുആ സ്വീകരിക്കണമല്ലോ. കണ്ടോ, ഇത്ര കാലവും പ്രബോധനം നടത്തി ലോകത്തിന് മുഴുവനും വെളിച്ചം വീശിയ ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിന്റെ അവസാന പ്രഭാഷണത്തിൽ, ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണത്തിൽ ചോദിക്കാനുണ്ടായിരുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബത്തോട് തെറ്റി നിൽക്കുന്നവരുണ്ടോ എന്നാണ് ചോദ്യം. ബന്ധം പുലർത്തണം. കുടുംബബന്ധം പുലർത്തുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമായിരിക്കും, അവരുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തായിരിക്കും. കുടുംബത്തിൽപ്പെട്ട ഒരാൾ നമ്മളോട് സഹായം ചോദിച്ചു, കൊടുക്കാൻ നമുക്ക് സാമ്പത്തികമായി ശക്തിയുണ്ട്, എന്നിട്ടും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടില്ല. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് എഴുതി വെക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കിതാബ് ആരെടുത്തെന്നെങ്കിലും അതിൻ്റെ പ്രധാന ഭാഗങ്ങളെങ്കിലും ഒന്ന് എടുത്തോതിയാൽ നമ്മളൊക്കെ ഒരു കുടുംബത്തോട് കാണിക്കേണ്ട കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കടപ്പാട് എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും.